ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണല്ലോ ലോകകപ്പിൽ കേപ്പ് വെർദെയുടെ അരങ്ങേറ്റം ഉണ്ടായത്. സ്പെയിനിനെ സമനിലയിൽ പിടിച്ചുകൊണ്ട്. പിന്നാലെ അവർ മറ്റൊരു വമ്പൻ ടീമായ ഉറുഗ്വായ്ക്കും പണി കൊടുത്തു സമനില. പിന്നെ ഇപ്പോൾ സൗദിയെ കൂടി സമനിലയിൽ തളച്ച് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒറ്റ കളിയും ജയിച്ചില്ലെങ്കിലും അവരിതാ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 എത്തിയിരിക്കുന്നു. വാവ്, ഇതൊരു വമ്പൻ നേട്ടം തന്നെയാണ് ആ കുഞ്ഞു രാജ്യത്തിന്. റൗണ്ട് ഓഫ് 32 എതിരാളികൾ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയാണ്. അർജൻറ്റീനയ്ക്കെതിരെ എന്തു പ്രകടനമാവും കേപ്പ് വെർദെ പുറത്തെടുക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിലൊരു സാഹചര്യത്തിൽ അർജൻറ്റീന തന്നെയാണ് വിജയിച്ച് കയറാൻ സാധ്യത. അർജൻറ്റീനയ്ക്ക് സെമി ഫൈനൽ വരെ അല്ലെങ്കിൽ ഫൈനലിലേക്കൊക്കെയുള്ള വഴി എളുപ്പമായില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അർജൻറ്റീനയ്ക്ക് മുന്നോട്ടേക്കുള്ള വഴി എങ്ങനെയായിരിക്കും? അർജൻറ്റീനയുടെ ഓരോ മത്സരങ്ങളുടെയും ഡേറ്റ് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ഡേറ്റുകളൊക്കെ ഇന്ത്യൻ സമയം പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം പുലർച്ചെയായിരിക്കും എന്നതുകൂടി മനസ്സിലാക്കുക. റൗണ്ട് ഓഫ് 32 അർജൻറ്റീന കളിക്കുക ജൂലൈ 3-നാണെങ്കിൽ റൗണ്ട് ഓഫ് 16 ജൂലൈ 7-നും, ക്വാർട്ടർ ഫൈനൽസിൽ ജൂലൈ 11-നും, സെമി ഫൈനൽസിൽ ജൂലൈ 15-നും, ഫൈനലിൽ ജൂലൈ 19-നും കളിച്ച് ന്യൂജേഴ്സിയിൽ വീണ്ടും ആ കിരീടം ഉയർത്തും, ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മുന്നോട്ടേക്കുള്ള പോക്കിൽ ആരെയൊക്കെ നേരിടേണ്ടി വരും? റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദെക്കെതിരെയാണ് കളി എന്ന കാര്യം ഉറപ്പായതാണ്. ഇനി റൗണ്ട് ഓഫ് 16 നിലവിലെ സാഹചര്യം അനുസരിച്ച് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈജിപ്ത് ഇതിലൊരു ടീമായിരിക്കും അർജൻറ്റീനയ്ക്കെതിരെ കളിക്കുക. അതിനുശേഷം ക്വാർട്ടർ ഫൈനൽസിൽ ആരാണ് എന്നുള്ളത് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഗ്രൂപ്പ് കെയിൽ നിന്ന് വരുന്ന 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന കൊളംബിയ അല്ലെങ്കിൽ പോർച്ചുഗൽ ആരായിരിക്കും എന്നുള്ളത് നാളെ പുലർച്ചെ തീരുമാനമാകും. അതിലൊരു ടീമോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡോ എതിരാളികളായിട്ട് വരാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അതിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ടു ഏർലി ആയി പോകും. ദെൻ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ ബ്രസീലോ ഇംഗ്ലണ്ടോ എതിരാളികളായിട്ട് വരാനുള്ള നല്ല സാധ്യത കാണുന്നു. ഫൈനലിൽ മാത്രമാണ് ഫ്രാൻസ്, സ്പെയിന്, നെതർലൻഡ്സ്, ജർമ്മനി ടീമുകളോടൊക്കെ ഏറ്റുമുട്ടേണ്ട സാഹചര്യം വരികയുള്ളൂ. അത് അവർ മറ്റൊരു പാത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വേൾഡ് കപ്പിൻ്റെ ഫിക്സർ അങ്ങനെയാണ് എന്നതുകൊണ്ടാണ്. ഏതായാലും ഈ പറയുന്ന പോലെ അത്രമാത്രം എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്വാർട്ടർ ഫൈനൽ മുതൽ അവർക്ക് കടുത്ത എതിരാളികൾ വരും.